ചെറിയ പ്ലേറ്റ് ഉണ്ടോ? ഒരാളെ കഴിഞ്ഞിട്ട് പപ്പ കഴിഞ്ഞിട്ട്. Happy birthday to you. Happy birthday, happy birthday, and it's happened tonight. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, and it's happened tonight. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ഒത്തുചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട മമ്മായിയുടെ 85ാമത് ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയാണ്. 1941 മെയ് മാസം 18-ാം തീയതി തോപ്പിൽ വീട്ടിൽ ശ്രീ പൊടിയൻ മോറീസിന്റെയും വിക്ടോറിയ മോറീസിന്റെയും രണ്ടാമത്തെ രണ്ടാമത്തെ മകളായി ജനിക്കുകയും 16ാമത്തെ വയസ്സിൽ പതിച്ചുപേട്ടിൽ ശ്രീ സിൽവസ്റ്റർ ജോസഫിന്റെ ഭാര്യയായി കല്യാണം സിൽവസ്റ്റർ ജോസഫ് കല്യാണം കഴിക്കാൻ ഭാഗ്യമുണ്ടായി. കുറച്ചുനാൾ ഏകദേശം എനിക്ക് തോന്നുന്നു 12 വർഷത്തോളം അദ്ദേഹമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുകയും അതിൽ ജന്മം തന്ന 4 മക്കളെ ഞങ്ങൾ 4 പേര്. എൻ്റെ മൂത്ത സഹോദരി മരിച്ചുപോയി, രണ്ടാമത് ഞാൻ, മൂന്നാമത് ഷൈല, 4ാമത് ഷാജി. 4 മക്കൾക്ക് ജന്മം നൽകുകയും മക്കളെയൊക്കെ നന്നായി സംരക്ഷിക്കുകയും അവരെ പരിപാലിക്കുകയും നന്നായി നോക്കുകയൊക്കെ ചെയ്യാൻ ഉള്ള ഭാഗ്യം മമ്മായിക്ക് കിട്ടി. ഒത്തിരി കഷ്ടപ്പാടുകളുടെയും പീഡകളുടെയും ഇടയിൽ നിന്ന് മമ്മ ജീവിച്ച് മമ്മ ഞങ്ങളെയൊക്കെ നന്നായിട്ട് നോക്കി. അതിൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും കൃതജ്ഞതയും ഈ മക്കൾക്ക് എല്ലാവർക്കും മമ്മയോടുണ്ട്. മമ്മയോട് സ്നേഹം മാത്രമേ ഉള്ളൂ, ദേഷ്യമൊന്നുമില്ല. പിന്നെ കൊച്ചു പിള്ളേരുടെ സ്വഭാവമായി ഇപ്പം 85 വയസ്സായപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും 4 മക്കൾക്കും മമ്മയോട് സ്നേഹം മാത്രമാണ്. വേറെ പിന്നെ മമ്മയ്ക്ക് ഞങ്ങളോടും അതേപോലെ തന്നെയാണ്, സ്നേഹം കൂടുതലാണ്. അതുകൊണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ മമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ട്. ശരി, അപ്പോൾ അത് എന്തായാലും
അമ്മ എല്ലാം കൊണ്ടും തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം മമ്മായിൽ വന്നണഞ്ഞ് അമ്മ വളരെ സന്തോഷത്തോടുകൂടി ഇപ്പം എൻ്റെ കൂടെ കഴിയുന്നു. നിങ്ങളെ എല്ലാവരെയും ഒത്തുകൂടി ഈ സന്തോഷകരമായ ഈ ഒരു സാഹചര്യം, ഈ ഒരു സന്ദർഭം, ഈ ഒരു നല്ല ദൈവമുഹൂർത്തം മമ്മായിക്ക് നിങ്ങളോട് സഹോദരങ്ങളോട് എല്ലാവരോടും ഒപ്പം ചേർന്ന് പങ്കിടാൻ പറ്റിയതിൽ മമ്മായിക്ക് സന്തോഷമുണ്ട്. സന്തോഷ കണ്ണീരാണ് വരുന്നത്. ഞങ്ങൾക്ക് മക്കളായ ഞങ്ങൾക്കും അതിൽ അതിയായ സന്തോഷം. നിങ്ങളെല്ലാവരും വന്ന് മമ്മയുടെ ഈ സന്തോഷകരമായ ഈ സമയത്ത് മമ്മായുടെ അടുത്ത് വന്ന് മമ്മായെ കാണുവാനും മമ്മായെ ആശ്വസിപ്പിക്കാനും ആശംസകൾ അർപ്പിക്കുവാനും നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഉണ്ടാകട്ടെ. അത് മമ്മായുടെ പ്രാർത്ഥനകളെ നിങ്ങൾ എല്ലാവരെയും എപ്പോഴും സ്മരിക്കുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മമ്മയുടെ നാമത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങളെ കുഞ്ഞു പ്രായത്തിലൊക്കെ ഞങ്ങളുടെ കൊച്ചു പ്രായത്തിൽ ഞങ്ങൾ ചെല്ലുമായിരുന്നു, ചേച്ചിയുടെ അടുത്ത് ചെല്ലുമായിരുന്നു. അപ്പം ഞങ്ങളെ സ്നേഹത്തോടു കൂടി ഞങ്ങൾക്ക് ആഹാരമൊക്കെ നന്നായിട്ട് നല്ല ആഹാരമൊക്കെ തരുമായിരുന്നു. പക്ഷെ കുഞ്ഞു പ്രായത്തിലായതുകൊണ്ട് വലിയ ഓർമ്മയില്ല ചേട്ടനാണ്. അപ്പം ചേട്ടനെ അന്ന് പേടിയായിരുന്നു, ഇങ്ങനെ കക്ഷി മീശയൊക്കെ ആയിരുന്നു. അപ്പൊ ആ മീശയിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾക്ക് പേടിയായിരുന്നു. അങ്ങനത്തെ ഓർമ്മയുണ്ട്. ചേച്ചിയാണ് ഞങ്ങളുടെ ഒരു ബ്രദറിനെ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാര്യം ഞങ്ങൾ സിനിമയ്ക്കൊക്കെ ചേച്ചി കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ ആ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ആ ബ്രദർ വിടത്തില്ലായിരുന്നു. അപ്പൊ ബ്രദറിന്റെ അടുത്ത് വഴക്ക് പറയുമായിരുന്നു. എന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു, എന്നെ എന്റെ മൂത്ത സിസ്റ്റർ. അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അന്നത്തെ കൊച്ചു പ്രായത്തിൽ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഈ ഫിലിം ഡയറക്ടറിനെ ചോദിക്കുമായിരുന്നു. ഡയറക്ടറിനെ ചോദിക്കുമായിരുന്നു. അപ്പൊ അതൊന്നും അറിയത്തില്ല. ചേച്ചിയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞങ്ങളുടെ പുള്ളിയെടുത്ത് വഴക്ക് പറയും, എന്നിട്ട് പറയും പോടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. അതാണ് നിങ്ങൾ ഇത്ര പിന്നെന്തെങ്കിലും ഉണ്ടാ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യിക്കും. അതൊക്കെ ചെയ്യുമായിരുന്നു. റോഡെ കൂടെ പോകുന്ന ആൾക്കാരെ വിളിച്ച് കാണിക്കൂ. തമാശകളെല്ലാം ഏതാണെങ്കിലും ഹാർബറിൽ പോകുന്ന ഓർമ്മയുണ്ട്. ഹാർബറിൽ ഞാൻ കൂടെ പോയിരുന്ന് വാഴക്കപ്പം കഴിച്ചിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാറങ്ങോട്ട് കയറത്തില്ല. 85-83 ഞാൻ നോക്കി നിൽക്കും. ആ വണ്ടി എന്നെ പാസ് ചെയ്ത് പോകുന്ന എല്ലാ ദിവസവും ഞാൻ കാണും. അന്നേരം വരത്തില്ല, അതെനിക്കറിയാം. പക്ഷെ അത് ഞാൻ കുറ്റോട്ടത്തല്ല പറഞ്ഞത്. പക്ഷെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. 4 മക്കളെ വളർത്തിയ കഥയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കപ്പനില്ലാത്തത് ഞങ്ങളെ അവിടെ നോക്കുകയും ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടി പാടുകയും ചെയ്തിട്ടുണ്ട്.